ശരിക്കും നമ്മുടെ ഈ കേരളത്തിൻ്റെ മണ്ണ് വ്യവസായത്തിന് അനുകൂലം, ഞാൻ പല വ്യവസായങ്ങളും ചോദിച്ചിട്ടുണ്ട്, ചിലർ പ്രതികൂലമായിട്ട് പറയും. വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ളൊരു മണ്ണാണോ കച്ചവടത്തിന്, വ്യാപാരത്തിന്? എന്നെ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ള, കാരണം നമ്മളത് അത്ര വലിയൊരു വ്യവസായം എന്ന് പറയാൻ തക്കത്തെ ആയിട്ടില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ നിത്യോപയോഗ സാധനങ്ങളല്ലെങ്കിലും മനുഷ്യന് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ് ശരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 വർഷം ഇങ്ങോട്ട് ഫർണിച്ചറിന് നല്ലൊരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് ആ 10 വർഷം കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച്? ആൾക്കാരുടെ ജീവിത രീതി മാറി, അഭിരുചി മാറി, പഴയ ഫാഷൻ മാറി. അതിനനുസരിച്ച് ഇപ്പം ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ആൾക്കാർ 15 വർഷം മുമ്പ് ആൾക്കാർ വന്ന് ചോദിക്കും, ഇതെന്ത് തടി, എത്ര വർഷം നിൽക്കും, 50 വർഷം നിൽക്കോ, ഇത് 100 വർഷം നിൽക്കുമോ എന്നെല്ലാം ചോദിക്കുമായിരുന്നു. ഇപ്പം ആ ചോദ്യങ്ങളൊന്നുമില്ല. കാണാൻ നല്ല ഭംഗി വേണം, കൂടിയാൽ ഒരു 4 വർഷം 5 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം എന്നാൽ മതി, അത്ര മതി. ഇപ്പോഴത്തെ ജനറേഷൻ. മുമ്പ് അങ്ങനെയല്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നല്ലതായിരിക്കും പറഞ്ഞത്. അതാണ്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഇന്ന തടിയെന്ന് അവർക്ക് ബോധ്യമില്ലാതെ സാധനം കൊണ്ടുപോയില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാം കളർ ചെയ്തിട്ട് കൊടുക്കുന്നല്ലേ. ഇപ്പൊ തടി ഏതായാലും പ്രശ്നമൊന്നുമില്ല, കാണുമ്പോൾ ഭംഗിയാണ്. കൂടിയാൽ ഒരു 3-4 വർഷം അത്ര മതി. അതെനിക്ക് മാറ്റും. പുറത്തുള്ള രാജ്യങ്ങളുടെ ഗൾഫ് കൺട്രീസ് പോലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം അവിടെയൊക്കെ യൂസ്ഡ് ഫർണിച്ചർ ഷോറൂംസ് ഒരുപാടുണ്ട്. ഇപ്പോൾ UAE ചെന്നാലും മറ്റുള്ള രാജ്യങ്ങളിൽ ചെന്നാലും നമ്മുടെ ഇവിടെ ഒരു പക്ഷേ ഇനി അങ്ങനെ ആകാം ചിലപ്പോൾ, അല്ലേ? അങ്ങനെ ആവാം. അങ്ങനെ ആയാൽ വളരെ നല്ല. കാരണം അങ്ങനെ നിങ്ങൾക്ക് വളരെ ഗുണമാണ്. കാരണം അങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിൻ്റെ ലാസ്റ്റിങ്ങിനെ കുറിച്ചും മരത്തിനെ കുറിച്ചും തടിയെക്കുറിച്ചും ചോദിക്കുന്നില്ല. തൽക്കാലം ഒരു വീട് വെച്ച് കൊണ്ടുവിടാൻ കുറച്ച് 3-4-5 വർഷം വേണം, കുറച്ച് പൈസ പറഞ്ഞു കിട്ടണം. ഈ തടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏത് തടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് തേക്ക് ഉപയോഗിക്കും, പിന്നെ മാഗണി ഉപയോഗിക്കും, പിന്നെ അക്കേഷ്യ ഉപയോഗിക്കുന്നുണ്ട്. അക്കേഷ്യ അത് എവിടെ നിന്ന് വരുന്ന? അത് കൂടുതലായിട്ടും വരുന്നത് കർണാടകത്തിൽ നിന്നാണ്. കേരളത്തിലെല്ലാം ഉണ്ട്, അക്കേഷ്യ ഒക്കെ ഉണ്ട്. ഇപ്പോൾ റോഡിൻ്റെ സൈഡെല്ലാം വെച്ച് പിടിപ്പിക്കുന്നല്ലോ. ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇപ്പം നമ്മളെ അല്ല, നമ്മളെ ഭാഗത്തിൽ അക്കേഷ്യയാണ് കൂടുതൽ. ആൾക്കാർക്ക് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി? അത് നല്ല ലാസ്റ്റ് ചെയ്യും, ഒന്നും കുത്തിപ്പോവില്ല, പിന്നെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, വർഷങ്ങളോളം കിടന്നോളും, പ്രശ്നമില്ല. അതിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, എല്ലാവർക്കും വരുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്, അക്കേഷ്യ ആണോ, അക്കേഷ്യ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്. ആ ഒരു രീതി. ഏറ്റവും വില കൂടിയ ഫർണിച്ചർ ഒരു പക്ഷേ തേക്കായിരിക്കും, അല്ലേ? തേക്ക് ഈട്ടി ഏകദേശം ഒരേ വിലയാണോ? ഏകദേശം ഒരേ വില. മഹാഗണിയോ? മാഗണി അതിനേക്കാളും താണു നിൽക്കും, കുറേ താണു. മാഗണി കാസർഗോഡ് അത്ര വലിയൊരു ഇതില്ല. ഇവിടെ അക്കേഷ്യ തന്നെ കൂടുതലും, പിന്നെ തേക്ക്. പിന്നെ മുമ്പെല്ലാം പ്ലാവായിരുന്നു, ഇപ്പൊ പിന്നെ പ്ലാവ് കിട്ടാനില്ല. അതിനെപ്പറ്റി ആരും ചോദിക്കാറില്ല. കട്ടിലിനൊക്കെ ഉപയോഗിക്കുന്ന മരങ്ങൾ എന്ത് മരമാണ്? ഈ 3 മരം തന്നെ കൂടുതൽ, അക്കേഷ്യ, തേക്ക്, മാഗണി. ഇനി വേറെ എന്തെങ്കിലും ഇതിലോട്ട് വരുവാൻ സാധ്യതയുള്ള പുതിയ രീതിയിലുള്ള, ഇപ്പം മലേഷ്യ എന്നൊക്കെ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയുള്ള ഇത് ഉപയോഗിക്കാറുണ്ടോ മരയുടെ? അതെന്ത് മരമാണ്? അത് ഇപ്പം ഈ മലേഷ്യ എന്ന് വരുന്ന മരത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മരം എന്ന് വെച്ചാൽ ഇരുള് എന്ന് പറയുന്നൊരു മരമുണ്ട്. ഇരുള് നല്ല സാധനമാണ്, കോസ്റ്റ്ലി ആണ്, എന്നാലും നല്ല സാധനമാണ്. പിന്നെ നൈജീരിയ എന്ന് വരുന്നുണ്ടോ? നൈജീരിയ എന്ന് വരുന്നതായിട്ട് എനിക്ക് അത്ര അറിയില്ല. ഇല്ല, ശരിക്കും പുറത്ത് എന്ന് വരുന്നത് ശരിക്കും പറഞ്ഞാൽ മലേഷ്യ മാത്രമേ ഉള്ളൂ. മലേഷ്യ നല്ല മരങ്ങൾ വരുന്നത്. ബർമ ഉണ്ടെന്ന് തോന്നുന്നു. ബർമ ടീക്ക് വരുന്നുണ്ട്. ബർമ ടീക്ക് നല്ല ടീക്കാണ്. ബർമ ടീക്ക് നമ്മുടെ ടീക്കിലും എക്സ്പെൻസീവ് ആണ്. അതെ. അതിന് നമ്മൾ ടീക്ക് പോലെ പിന്നെ ഈ ഗ്രൈൻസ് ഉണ്ടാവില്ല, ഈ ഗ്രൈൻസ് കുറവായിരിക്കും. നമ്മുടെ ടീക്കിന് നല്ല ഗ്രൈൻസ് ഉണ്ടാവില്ല, പക്ഷെ വില കൂടുതൽ ബർമ ടീക്കിനാണ്. പക്ഷെ ഗ്രൈൻസ് നമ്മുടെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരു ഇത് അത് ബർമ ടീക്കിനില്ല. ടീക്കാണെന്ന് തന്നെ ചിലപ്പോൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇത് ഏത് തരം പോളിഷാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ ഫർണിച്ചർ? മെലാമിൻ, ടച്ച് വുഡ് എന്നൊക്കെ പറയുന്നത് അതൊന്നുമില്ലല്ലേ? അതില്ല, അതല്ല ലോക്കൽ ഐറ്റം. മെലാമിൻ മാറ്റ്, മെലാമിൻ ഗ്ലോസി. അത് ഡിഫറെന്റ് കളേഴ്സ് കിട്ടുമോ? അല്ല, കളറ് ചെയ്യുന്നതാണ്, സ്റ്റൈനർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് കളർ. ഈ മെലാമിൻ എന്ന് പറയുന്ന സാധനം അത് പ്ലെയിൻ ആയിരിക്കും, അതിൽ കളർ വേണ്ട കളർ ചേർത്ത്. ഇതെല്ലാം പെയിന്റിങ് എല്ലാം ത്രൂ മെഷീനറിയാണോ? മെഷീനറിയാണ്. സ്പ്രേ ചെയ്യാണ് ആദ്യം, പിന്നെ പേപ്പറൊക്കെ കൈകൊണ്ട് ചെയ്തിട്ട് പിന്നെ മെഷീനറിയിൽ സ്പ്രേ ചെയ്യും. എന്തായാലും മനുഷ്യവർഗം ഉള്ളിടത്തോളം കാലം ഫർണിച്ചറും വീടുകളും ആവശ്യമായിരിക്കും. വീട് വെക്കുമ്പോൾ ആദ്യം സമീപിക്കും താങ്കളെപ്പോലുള്ള വ്യാപാരികളുടെ അടുത്തായിരിക്കും ഫർണിച്ചർ, അല്ലേ? 18 വയസ്സിൽ കണ്ടെത്തിയ ബിസിനസ് ഒരിക്കലും
ഒരു മോശമായ ബിസിനസ്സല്ല, കാലാകാലം നിലനിൽക്കാവുന്ന മനുഷ്യനുള്ളിടത്തോളം കാലം ഇത് ആവശ്യമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ റെഡ് വുഡിൽ നിന്ന് ശരിക്കും കാരണം എന്താ? അങ്ങനെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ റെഡ് വുഡ് എന്ന് പറയുന്ന ഒരു മരത്തിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു പാഠപുസ്തകത്തിൽ ഒരു റെഡ് വുഡ്, അമേരിക്കയിലാണെന്ന് തോന്നുന്നു, ഒരു വലിയൊരു മരമുണ്ട്, റെഡ് വുഡ് എന്നാണ് അതിന്റെ പേര്, അതിന്റെ നടുവിൽ കൂടെ ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടാകുമ്പോ ഒരു മരമല്ലേ, എന്നാൽ ആ ഒരു പേരിട്ട് കളയാൻ അങ്ങനെ തോന്നി. എത്രത്തോളം അറിയില്ല. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ്, മനസ്സിൽ ഒരു പ്രാവശ്യം പറഞ്ഞു പതിഞ്ഞു നിൽക്കും അല്ലേ? അപ്പൊ കുറെ വലിയ ദീർഘമില്ലാത്തോണ്ട് പേര്. ഇനി പെട്ടെന്ന് വേറെ ഷോറൂമിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നു, ഈ രണ്ടിൽ തന്നെ നിൽക്കാം അല്ലേ തൽക്കാലം? എന്തായാലും കാഞ്ഞങ്ങാട് ഒന്ന് നോക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് ഉടൻ തന്നെ ഉദ്ഘാടനം ഉണ്ടാവും അതിന്റെ. ദൈവം സഹായിച്ച് ചെയ്യണമെന്നുണ്ട്, എൻ്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും കുടുംബത്തെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല, കുടുംബത്തെ കുറിച്ച് പറയാമോ? മക്കള്, ഭാര്യ? എനിക്ക് 2 മക്കളാണ്. മൂത്ത കുട്ടിക്ക് 13 വയസ്സായി. എന്താണ് മോനാണോ മോളാണോ? മോനാണ്. പേര് അജ്മൽ മർജാൻ. അജ്മൽ മർജാൻ. മർജാൻ 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 അജ്മൽ മർജാൻ. എന്താണ് വലിയ അർത്ഥമുള്ള പേരാണത്? അർത്ഥം ഉണ്ട്. അർത്ഥം എന്താണ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്? മർജാൻ എന്ന് വെച്ചാൽ വജ്രം. വജ്രം. രണ്ടാമത്തെ മകന്റെ പേര്? രണ്ടാമത്തെ പേര് മുഹമ്മദ് അഫ്നാൻ, 6 വയസ്സായി. 6 വയസ്സായി. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് ഐഷത്ത് റാഹില. ഐഷത്ത് റാഹില. ഒക്കെ ഒരു അപൂർവമായ പേരുകളാണല്ലേ? വൈഫിന്റെ വീട് കൂടെ അടുത്ത് തന്നെയാണ്? വീട് അടുത്ത് ചെറുക്കളയിലാണ്. വൈഫിന്റെ ഇപ്പൊ മുഹമ്മദ് അലി ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വൈഫിന് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടോ? വൈഫിന് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ടോ? വൈഫിന് ഉണ്ട്. വൈഫിന് ഒരു സിസ്റ്റർ, പിന്നെ ബ്രദേഴ്സ് 3 ഉണ്ട്. ഒരാൾ മരിച്ചുപോയി. വൈഫ് ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആണോ ശരിക്കും? ബിസിനസ്സായിട്ട് അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നതിനോട് സഹകരിക്കുന്നുണ്ട്, പ്രോത്സാഹനമുണ്ട് നന്നായിട്ട്. എന്തായാലും സ്ത്രീകൾക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ് ഫർണിച്ചർ. കാരണം അവരുടേതായ ഐഡിയാസൊക്കെ നമുക്ക് വേണേൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം അവർ ഫർണിച്ചറായിട്ട്, കാരണം വീടുകളിൽ ശരിക്കും പറഞ്ഞാൽ ഫർണിച്ചർ സൂക്ഷിക്കുന്നതും വൃത്തിയാക്കുന്നതും നല്ല രീതിയിൽ ഒരുക്കുന്നതും എല്ലാം അവരാണല്ലോ ശരിക്കും പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയും ശരിക്കും ഇൻവോൾവ് ആകാൻ പറ്റിയ ബിസിനസ് തന്നെയാണ്. അതായത് ചോദിച്ചാൽ അങ്ങനെ ഇൻവോൾവ്മെന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ. അങ്ങനെ ഫുൾ ടൈം ആയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ പിള്ളേരെ കാര്യങ്ങൾ നോക്കാനേ സമയമുള്ളൂ. ബിസിനസ്സിനോട് അങ്ങനെ ശ്രദ്ധിക്കാനുള്ള. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ വളരെ അറിയപ്പെടുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനത്തിൻ്റെ ഉടമയായ താങ്കളുമായിട്ട്, മുഹമ്മദ് അലിയുമായിട്ട് കേരള വിഷൻ ചാനലിന് വേണ്ടി സംസാരിക്കുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും ഒരു അവസരം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ തിരക്ക് പിടിച്ച വ്യക്തിയാണ് താങ്കൾ. ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി. എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. എൻ്റെ എല്ലാ ആശംസകളും. നമസ്കാരം. റെഡ് വുഡ് ഫർണിച്ചറിൻ്റെ പ്രൊപ്പറേറ്റർ ശ്രീ മുഹമ്മദ് അലിയുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒട്ടേറെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഈ അഭിമുഖം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: നൈൽ നദിയുടെ വരദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി: നൈൽ നദിയുടെ വരദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.